ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഇറങ്ങും. മഴയാണ്, പെയ്തില്ല അതുപോലാണ് ഇരിക്കുന്നത്. ആകാശമൊക്കെ ആണെങ്കിൽ ഇരുണ്ട് മൂടി. അങ്ങനെ റൂമിൽ വന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, വാടി നമുക്ക് കടായി ചിക്കൻ കഴിക്കാൻ പോകുന്നു. അങ്ങനെ ഞങ്ങൾ കടായി ചിക്കൻ കഴിക്കാൻ വേണ്ടി പോയി. കടലാണ് ഭയങ്കര തിരക്ക്. ലാസ്റ്റ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഞാൻ ഉദ്ദേശിച്ച കടായി ചിക്കൻ വേറെ, അവൾ ഉദ്ദേശിച്ചത് വേറെ. അവിടെ ചെന്നപ്പോൾ തൈരിനകത്ത് ചിക്കൻ ഇട്ട് എന്തോ ഒരു സാധനം. ഞാനാണെങ്കിൽ ഫുഡ് കാണുന്നതിന്റെ മുമ്പ് വിലയിരുത്തുന്ന ഒരാളായതുകൊണ്ട് അവളോട് പറഞ്ഞു, സഹോ നീ ആദ്യം ഫുഡ് കഴിച്ച് നോക്കുക, കൊള്ളത്തില്ലെങ്കിൽ അപ്പം പറയാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ ഭയങ്കര വിഷമത്തിലാണ് ആ ഫുഡ് എടുത്ത് അങ്ങോട്ട് വായിലോട്ട് ഇടുന്നത്. തൈരിൽ മുക്കിയ ചിക്കൻ കഴിക്കാനാണ് കർത്താവ് ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ വന്ന് നോർത്ത് പോയി. സത്യം പറഞ്ഞു ഞാൻ. പക്ഷെ കഴിച്ച് നോക്കിയപ്പം കൊള്ളാം, സാധനം കൊള്ളാം കേട്ടോ. അവളെ കുറ്റം പറഞ്ഞ കാര്യം, സാധനം സെറ്റാണ്. അങ്ങനെ കടായി ചിക്കൻ റുമാലി റൊട്ടിയും ചേർത്ത് കഴിച്ചപ്പോൾ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ പിന്നെ അടുത്ത ഒരെണ്ണം കൂടെ അങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ ആളുടെ പ്ലേറ്റ് ഒരു ബിരിയാണി ഞാൻ കണ്ടു, ഒരു വെറൈറ്റി ബിരിയാണി. ബിരിയാണിയുടെ പേര് അറിയത്തില്ല. ചേട്ടനെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ അതുപോലെ ആ ബിരിയാണി കൂടെ പോരട്ടെ എന്ന്. ആ ബിരിയാണി എടുത്ത് വായി വെച്ചപ്പോൾ കർത്താവ് ഇതിലും ഇത് കടായി ചിക്കൻ ആയിരുന്നു എനിക്ക് തോന്നിപ്പോയി. കാരണം വലിയ മസാല ഒന്നും ഇല്ലായിരുന്നു. മന്തി റൈസ് വെച്ചൊരു ബിരിയാണി, ഒരു മസാലയില്ല, ഒരു വികാരം ഇല്ലാത്തൊരു സാധനം. അങ്ങനെ വയറെല്ലാം നിറഞ്ഞ് ഞങ്ങൾ നടക്കാൻ പോലും ഇനി എങ്ങോട്ടാ പോകണ്ടേ, എങ്ങനെ പോകും, ഇങ്ങനെ നിന്നോണ്ട് ഞങ്ങൾ അങ്ങനെ റൂമിൽ വരുന്ന പ്ലാനിൽ നിൽക്കുക.